നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, എന്നാൽ നമ്മുടെ ഒരു കാര്യം കൂടി, ടാരോ ക്ലാസ് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ തേർഡ് ബാച്ച് എന്ന രീതിയിൽ മൂന്നാമത്തെ ബാച്ചായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ കോൺടാക്ട് ചെയ്തോളൂ. അത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ കുറച്ച് സമയത്തേക്ക് ഇനി ബാച്ചസ് ഒന്നും ഉണ്ടാവില്ല, വേറെ ബാച്ചായിട്ടൊന്നും പുതിയതായിട്ട് എടുക്കില്ല. കാരണം ഓൾറെഡി ഇപ്പോൾ 2 സൈഡ് ബൈ സൈഡ് നടക്കുകയാണ്. ഒന്ന് തുടങ്ങാൻ നിൽക്കുന്നു, ഒന്ന് ഓൾറെഡി കുറച്ച് സ്റ്റാർട്ടായി. സോ രണ്ടും കൂടി മാനേജ് ചെയ്യാൻ തന്നെ ഇനിയിപ്പോൾ അതിൽ അവർക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ഞാൻ അവൈലബിൾ ആവണമല്ലോ. സോ അതുകൊണ്ട് ഇനി ഒരു ബാച്ചിന് കുറച്ച് സമയത്തേക്ക് ഉണ്ടാവില്ല. ഓക്കെ, നോക്കാം എന്തായാലും. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യൂ. നിങ്ങൾക്ക് ടാരോ പഠിക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഇത് ആക്ച്വലി ടാരോ എന്ന് പറയുമ്പോൾ വെറും നമ്മളൊരു ഫ്യൂച്ചർ പ്രഡിക്ഷൻ മാത്രമല്ല, ഭാവി എന്ന രീതിക്കൊന്നുമല്ല. ഓക്കെ, നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് പലതും അറിയുന്നുണ്ടാവും. എന്നിട്ടിത് ശരിക്കും നമ്മളെ തന്നെ ഒരു മനസ്സിലാക്കാനുള്ള ഒരു ഒരു ടൂൾ എന്ന് വിളിക്കാം അതിനെ. എനിക്ക് ടാരോ ഒരു സ്പിരിച്വൽ ടൂൾ എന്നാണ് വിളിക്കുക. സോ അങ്ങനെയായിട്ട് കണക്കാക്കാം. നിങ്ങളെ തന്നെ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ലൈഫ് അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. സോ എനിവേ, താല്പര്യമുള്ളവർ പറയാൻ ഞാൻ കൂടുതൽ ബോറാക്കുന്നില്ല. ഓക്കെ, ഇന്ന് റിലേഷൻഷിപ്പ് എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും ഒരു ഇൻ ആൻഡ് ഔട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കിപ്പോൾ കുറേ ആയിട്ട് നിങ്ങൾ പരിചയം ഉണ്ടാവാം, അല്ലെങ്കിൽ ന്യൂ പരിചയപ്പെട്ടതായാലും ശരി, നിങ്ങളുടെ ബന്ധത്തിൽ പേഴ്സൺ നിങ്ങൾ തമ്മിൽ ഒരു അടുപ്പം വരിക, കുറച്ച് കാലം ഒക്കെ ആയിട്ടിരിക്കും, നല്ല ഇതായിട്ടിരിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും അകന്നു പോവുക, പിന്നെയും എന്തെങ്കിലും പിന്നെയും കറങ്ങി തിരിച്ചു വരും എന്ന് പറഞ്ഞ പോലെ. സോ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നോക്കാം. എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നത്? ചില സമയത്ത് നിങ്ങളെ ഗോസ്റ്റ് ചെയ്യുക, അതായത് പെട്ടെന്ന് വിട്ടിട്ട് പോവുക, ഒന്നും പറയാതെ പോവുക, സൈലൻ്റ് ആവുക, ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടാൽ തന്നെ റിപ്ലൈ ഇല്ല, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻസ് വരിക. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ വല്ലാതെ നിരാശയൊക്കെ ആയി നിങ്ങളൊന്നും ഓക്കെ ആയിട്ട് വരുമ്പോഴേക്കും വീണ്ടും അവർ തിരിച്ചു വരും, പിന്നെയും അതേ സൈക്കിൾസ് അല്ലേ. സോ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഇതെന്തുകൊണ്ടാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ എന്താണ് റീസൺ ഇങ്ങനെ ഒരു നല്ല സ്മൂത്ത് ആയിട്ടൊരു റിലേഷൻഷിപ്പ് പോവാത്തതിൻ്റെ റീസൺ എന്താ നോക്കാം നമുക്ക്. ഓക്കെ, 7 of Pentacles, Queen of Pentacles, Wheel of Fortune, 3 of Cups, 10 of Pentacles. ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു വെയിറ്റിംഗ് എനർജി എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങളിവിടെ റിലേഷൻഷിപ്പിൽ ഇട്ടിരിക്കുന്ന എഫേർട്ട്, നമ്മൾ പറയില്ലേ, കൊടുത്ത സമയം, സ്നേഹം, കെയർ, എന്ത് തന്നെ ആയാലും ഓക്കെ, നിങ്ങളതിന് ഒരു റിലേഷൻഷിപ്പ് വളരാൻ വേണ്ടിയിട്ട് ഒരുപാട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് കാണുന്നത്. അതായത് ഇതിൽ എപ്പോൾ എന്തെങ്കിലും ഒരു റിസൾട്ട് വരും എന്ന രീതിക്ക്, എപ്പോഴും ഒരു ഫലം എപ്പോൾ കിട്ടും, ഒരു മരം വളർന്ന് നമുക്ക് അതിലൊരു കായ വന്ന് നമുക്ക് എപ്പോൾ അത് എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. പക്ഷേ അതിൻ്റെ ഒപ്പം ഐ തിങ്ക് നിങ്ങളിവിടെ കുറെ കൂടി സ്റ്റഡി ആയിട്ട് നിങ്ങൾ ഗ്രോ ചെയ്തിട്ടുണ്ട് എന്നും എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളിപ്പോൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം, കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ കരിയർ, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ജസ്റ്റ് ജനറലായിട്ട് നിങ്ങൾ ജോലിയൊന്നും ഇല്ലാത്ത ആണെങ്കിൽ പോലും നിങ്ങളെ സ്വന്തം കാര്യങ്ങൾ, ഓക്കെ, സ്വന്തം കാര്യത്തിലേക്ക് നിങ്ങൾ എഫേർട്ട് കൊടുക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം നിങ്ങൾ ഐ തിങ്ക് ഇനി വേണ്ടത് നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റിയാണ്. നിങ്ങൾക്ക് ലൈഫിൽ ഇനി ആഗ്രഹം, നമ്മൾ പറയില്ലേ, ഇനി നമുക്ക് നല്ലതല്ലാത്തതാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ഇനി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന തരത്തിലാണ്. നിങ്ങൾക്ക് മെച്ചുവേർഡായ ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു സ്റ്റേബിൾ ആയിട്ടൊരു ബന്ധം, കമ്മിറ്റഡ് ആയിട്ടൊരു ബന്ധം ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അല്ലാതെ വെറുതെ ഇങ്ങനെ ഇൻ ആൻഡ് ഔട്ടും കാര്യങ്ങളും ഐ തിങ്ക് നിങ്ങൾക്ക് അതിൽ ഇനി താല്പര്യമില്ല. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ സമയം മാറാൻ കാത്തിരിക്കുന്ന പോലെ എനിക്ക് കാണുന്നുണ്ട്. സമയം എപ്പോൾ മാറും എന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി സമയം മാറും എന്ന് തന്നെയാണ് കാണുന്നത് എനിക്ക്. ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങളുടെ ബ്ലോക്കേജ് എന്ന രീതിക്ക് നമ്മൾ പറയുകയാണെങ്കിൽ, കുറച്ച് പേർക്ക് തേർഡ് പാർട്ടി എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. തേർഡ് പാർട്ടി ഫാമിലി ആവാം, ഓക്കെ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം. ഓക്കെ, ഫ്രണ്ട്സ് ആരെങ്കിലും ജസ്റ്റ് നിങ്ങളെപ്പറ്റി നിങ്ങളുടെ ഇടയിലൊരു കോലിടുന്ന തരത്തിൽ എനിക്ക് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫാമിലി ആയിരിക്കാം. ഓക്കെ, ഫാമിലി മേ ബി തടസ്സങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാം. സോ സിറ്റുവേഷൻ വൈസ് അങ്ങനെ കാണുന്നുണ്ട് ഇവിടെ. പക്ഷേ ഐ തിങ്ക് നിങ്ങളും ആക്ച്വലി ഒരു സ്റ്റേബിളായിട്ട് ഒരു ലൈഫ് എനിക്ക് വേണം, എനിക്കൊരു ഫാമിലി വേണം, സന്തോഷങ്ങൾ വേണം, സെലിബ്രേഷൻ വേണം എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നമുക്ക് പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് നോക്കാം. പേഴ്സൺ എന്താ ചിന്തിക്കുന്നത് നോക്കാം.
വേൾഡ്. ഓക്കെ. നൈറ്റ് ഓഫ് കപ്സ്, 3 of swords, 5 of swords, ഓക്കെ, 9 of swords. ഓക്കെ, ഡബിൾ എനർജി ഉണ്ട് ഇവിടെ. ജസ്റ്റിസ്. ശരിക്കും നിങ്ങളുടെ പേഴ്സൺ ഓക്കെ നിങ്ങളോട് ന്യായം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഇവിടെ വളരെ ക്ലിയർ ആണ്. ഓക്കെ, അവർ നിങ്ങളോട് ന്യായമായിട്ട് ചെയ്തിട്ടില്ല. അഗെയിൻ തേർഡ് പാർട്ടിയുടെ എനർജി സ്ട്രോങ് വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ ഫാമിലി ആവാം കേട്ടോ. എനിക്ക് ഫാമിലി ആവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും, ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് ഫാമിലി എന്ന് പറയുമ്പോഴും അഗെയിൻ അവർ മാരീഡ് അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മ പാരൻസ് തടസ്സങ്ങൾ അങ്ങനത്തെ രീതിയിൽ എടുക്കാം. സോ ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ ആയിരിക്കും. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ശരിക്കും ആഗ്രഹിക്കുന്നത് ഒരു പുതിയ തുടക്കം തന്നെയാണ്. അവർക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഈ ഒരു നിങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാം എൻഡ് ചെയ്തിട്ട് ശരിക്കും സ്മൂത്തായിട്ട് നിങ്ങൾ തമ്മിലൊരു നല്ലൊരു ലൈഫ് മുന്നോട്ട് വേണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് കമ്മിറ്റഡ് തന്നെയാണ്. ഓക്കെ, ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. സോ അഗെയിൻ ഇത് കാണിക്കുന്നത് യെസ് അവർ വളരെ ജെന്യുവൻ ആയിട്ട് ശരിക്കും ഒരു ഉള്ളിൽ സ്നേഹമുണ്ട് എന്ന രീതിക്ക് തന്നെയാണ്. ഓക്കെ, പക്ഷെ ഇവിടെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് അവർ. ഓക്കെ, മേ ബി പേഴ്സൺ ഫാമിലിയുടെ വാക്ക് കേട്ടു, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും പറഞ്ഞു, എന്തെങ്കിലും പറഞ്ഞു, നിങ്ങൾ തമ്മിലൊരു അകൽച്ച വന്നു, നിങ്ങളെ വേദനിപ്പിച്ചു, അങ്ങനെ ഏതെങ്കിലും തരത്തിലൊക്കെ സിറ്റുവേഷൻസ്. ഈവൻ തേർഡ് പാർട്ടിയുടെ ഞാൻ പറഞ്ഞു, സോ തേർഡ് പാർട്ടി ആരുമാവാം എന്തും ആവാം. തേർഡ് പാർട്ടിയുടെ റീസൺ കാരണം മേ ബി നിങ്ങളെ വേദനിപ്പിച്ചു. ഓക്കെ, നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നു. പേഴ്സൺ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ റിഗ്രറ്റിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പം ഇരിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾ തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കിളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഉണ്ടാവും നമ്മൾ ഞാൻ നേരത്തെയും അത് തന്നെ നമ്മൾ റീഡിങ് അത് തന്നെയാണ്. നിങ്ങൾ തമ്മിൽ എപ്പോഴും ഇടയ്ക്ക് അടുക്കുക, വീണ്ടും അകന്നു പോവുക എന്ന രീതിയിൽ. സോ ഇവിടെ ഐ തിങ്ക് ഇപ്പോൾ പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ട് ഈ സൈക്കിൾസ് ഇങ്ങനെ എൻഡ് ആവണം, ഇതിങ്ങനെ ഇനി വെറുതെ ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല എന്ന രീതിക്ക് അവർക്കും തോന്നുന്നുണ്ട്. അവർക്ക് മുന്നോട്ട് വരണം എന്ന ആഗ്രഹമുണ്ട്. നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് വരണം, അല്ലെങ്കിൽ നിങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ആയിട്ട് വരണം, ഷെയർ ചെയ്യണം, ഫീലിങ്സ് ഷെയർ ചെയ്യണം എന്ന രീതിക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ പാസ്റ്റിലെ ചില വേദനകൾ, നിങ്ങൾ തമ്മിലുണ്ടായ ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പരസ്പരം അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർക്കറിയാം. തേർഡ് പാർട്ടിയുടെ എനർജി 2-3 കാർഡ് നമുക്ക് വന്നിട്ടുണ്ട്. സോ തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. തേർഡ് പാർട്ടിയുടെ റീസൺ കൊണ്ട് നിങ്ങൾ തമ്മിൽ വന്ന ഇഷ്യൂസ് കാരണം ഓക്കെ അവർക്കിപ്പം നിങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു റീസൺ ആണ് ഇവിടെ. ഓക്കെ, ഡബിൾ എനർജി ഉണ്ട്. സോ യെസ്, അവർക്ക് ചില കാര്യങ്ങൾ ഇവിടെ തടസ്സമുണ്ട്, നിങ്ങളുടെ ഇടയിൽ ചില ബ്ലോക്കേജസ് ഉണ്ട് ഇവിടെ. അത് അഗൈൻ ഞാൻ പറഞ്ഞ പോലെ മാരീഡ്, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് പേർക്ക് അത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കുക. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഫ്ലേർട്ട് ചെയ്യുന്ന ഒരു നേച്ചറൊക്കെ ഉണ്ടാവാം. കാരണം നൈറ്റ് ഓഫ് കപ്സ് നമ്മൾ അങ്ങനെ എടുക്കാറുണ്ട്. അതായത് കുറച്ചൊരു ഫ്ലേർട്ടിങ് നേച്ചർ എന്ന് പറയും. സോ ഇവിടെ അങ്ങനെ ഒരു ഇത് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് ഇവിടെ, ഡബിൾ എനർജി ഉണ്ട്. സോ കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ഒരു നേച്ചറുള്ള വ്യക്തികളായിരിക്കും. എല്ലാവർക്കും അല്ലാട്ടോ, എല്ലാവരും അങ്ങനെ കരുതരുത്. കുറച്ച് പേർക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. സോ ആ ഒരു റീസൺ ഉണ്ട് ഇവിടെ. സോ അവർ പേഴ്സൺ ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് നിൽക്കാൻ അവർ ഇപ്പോഴും മെച്യൂർഡ് ആയിട്ടില്ല. അതാണ് കാര്യം. ഓക്കെ, അവർ ആ ഒരു ഫീലിങ്സ് ഉണ്ട്. യെസ്, ഫീലിങ്സ് ഉണ്ട്. നിങ്ങളോട് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങളെ വിടാൻ അവർ തയ്യാറുമല്ല. നിങ്ങളെ അവർക്ക് വേണം. പക്ഷേ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ലെവലിലേക്ക് അവർ വളർന്നിട്ടില്ല എന്ന് പറയാം. ഓക്കെ, ആ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ അവർക്ക് എവിടെയോ, ഇപ്പോൾ സിംഗിൾസ് ആയാലും ശരി, അല്ല മാരീഡ്, എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും ശരി, ഇവിടെ ആ ഒരു ഒരു മെച്യൂർഡ് ഒരു എനർജി അല്ല എനിക്ക് കിട്ടുന്ന പേഴ്സൻ്റെ ഭാഗത്തുനിന്ന്. അതാണ് ഇവിടെ പ്രശ്നം. ഓക്കെ, പേഴ്സൺ ഒരു റിലേഷൻഷിപ്പിനെ സീരിയസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന രീതിക്ക് അവർ ആ ഒരു ലെവലിലേക്ക് അത് എടുക്കാൻ തുടങ്ങിയിട്ടില്ല. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എനിവേ ഇവിടെ ഓക്കെ ന്യായം ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. ഡബിൾ എനർജി വന്നിട്ടുണ്ട്. സോ പേഴ്സൻ്റെ ചില അഡിക്ഷൻസ് ആയിരിക്കാം. ഓക്കെ, ചില സ്വഭാവങ്ങളായിരിക്കാം. അഗെയിൻ തേർഡ് പാർട്ടിയുടെ ഇഷ്യൂസ് ആയിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ എപ്പോഴും ഈ പ്രോബ്ലംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അവർ ഇൻ ആൻഡ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ അടുത്ത് അടുക്കുമ്പോൾ എവിടെയോ അവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ്, നിങ്ങൾ പ്രോപ്പറായിട്ട് കമ്മിറ്റഡ് ആയിട്ട് ഒരു ബന്ധം, നിങ്ങൾ വളരെ മെച്യൂർഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ എനർജി ലേഡീസ് ആവണമെന്നില്ല കേട്ടോ, ജെൻസ് ആയാലും നിങ്ങളൊരു വളരെ മെച്യൂർഡ് ആയിട്ടൊരു ലെവല്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു പ്രോപ്പറായിട്ടൊരു ഫാമിലി പോലെ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുക. ഓക്കെ, വേറെ അങ്ങനെ ഇടയിൽ നിങ്ങൾ അങ്ങനെ വേറെ ആരുടെ അടുത്തും ഫ്ലർട്ട് ചെയ്യുക അല്ലെങ്കിൽ സംസാരിക്കുക അങ്ങനെയൊന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ വളരെ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതും അതുപോലെ ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ പേഴ്സൺ ഇപ്പോഴും ആ ഒരു മെച്യൂരിറ്റിയിൽ അവരെത്തിയിട്ടില്ല. ഓക്കെ, അവർ തേർഡ് പാർട്ടി ഇടയിൽ വരിക, വേറെ എന്തെങ്കിലും ഡിസ്ട്രാക്റ്റ് ആയി പോവുക, വേറെ കാര്യങ്ങൾക്ക് അവരെ അറ്റൻഷൻ കൊടുക്കുക, സമയം കൊടുക്കുക, അങ്ങനത്തെയൊക്കെ ചെയ്ത് അവർ നിങ്ങളെ ആ ഒരു പ്രയോറിറ്റി അവർ തരുന്നില്ല. ഓക്കെ, അവർക്ക് തരാൻ പറ്റുന്നില്ല. അതാണ് സംഭവം. ആക്ച്വലി സ്നേഹം ഇല്ലാണ്ടോ ഫീലിങ്സ് ഇല്ലാഞ്ഞിട്ടോ അല്ല. ഞാനൊരു കാര്യം ചെയ്യാം, അവരുടെ ഡീപ്പ് ഫീലിങ്സ് എടുക്കാൻ ഞാൻ അവരുടെ മനസ്സിൽ ഡീപ്പായിട്ടുള്ള അവരുടെ മനസ്സിൽ ശരിക്കും ഡീപ്പായിട്ട് എന്താണ് ആഗ്രഹം നിങ്ങളുമായിട്ട് എന്ന് നോക്കാം.
ഇവിടെ കമ്മിറ്റ്മെന്റ് തരാത്ത റീസൺ അല്ലെങ്കിൽ അവർ സ്റ്റഡി ആയിട്ട് നിൽക്കാത്ത റീസൺ ഇത് തന്നെയാണ്. നിങ്ങൾ തമ്മിൽ സൈക്കിൾസ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് കുറച്ച് പേർക്ക് നിങ്ങൾക്ക് കർമ്മ ഉണ്ടാവും കേട്ടോ, ചിലപ്പോൾ പാസ്റ്റ് ലൈഫിന്റെ കർമ്മ അതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഇടയ്ക്ക് ബ്ലോക്കേജസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത് പാസ്റ്റ് ലൈഫിന്റെ ചില ലെസൺസ് നിങ്ങൾ പഠിക്കാനുണ്ടാവും. ഓക്കെ, ആ പാഠങ്ങൾ പഠിച്ചു കഴിയുമ്പോഴേ നിങ്ങൾ തമ്മിൽ ശരിക്കും മുന്നോട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് വരുള്ളൂ എന്നും കൂടിയാണ്. ബട്ട് ഇവിടെ ആ ഒരു കർമ്മയുടെ കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. സോ എനിവേ നോക്കാം, നമുക്ക് പേഴ്സൻ്റെ ഡീപ്പ് ഫീലിങ്സ് ശരിക്കും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. തേർഡ് പാർട്ടി ഉണ്ട്, ഫാമിലിയുടെ കാര്യമായിരിക്കാം, വോട്ടെവർ. ഓക്കെ, അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് ഉണ്ട്. അവർ നിങ്ങളെ പ്രയോറിറ്റി ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് നോക്കാം അവരുടെ മനസ്സിൽ ഡീപ്പായിട്ട് എന്താ കിടക്കുന്നത്. എംപറർ വെരി ഇതാണ്. ഓക്കെ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. വാവ്, 5 കപ്സ്. ഓക്കെ, ശരി, ഫൈനലി അവരുടെ ഡീപ്പ് ഫീലിങ്സ് എന്ന രീതിക്ക് നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് കിങ് ഓഫ് കപ്സ് എനർജി ആൻഡ് ഇവിടെ ഓക്കെ അത് പറയാം. കിങ് ഓഫ് കപ്സ് എനർജി നമ്മൾ പറയുന്ന വളരെയധികം സ്നേഹം. നൈറ്റ് ഞാൻ പറഞ്ഞു ഒരു മെച്യൂർഡ് ലെവലല്ല എന്ന് ഞാൻ പറഞ്ഞു, കുറച്ച് ഫ്ലേട്ടിംഗ് ആണ്, കുറച്ചൊരു ഇത്. പക്ഷെ കിങ് എന്ന് എടുക്കുമ്പോൾ ഇത് വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ലെവലാണ്. ഓക്കെ, അവർ വളരെ സീരിയസ് ആയിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ ഫീലിങ്സ് ശരിക്കും ഉണ്ട്. ഇതാണ് ഈ പേഴ്സൻ്റെ ഡീപ്പ് ഫീലിങ്സ് എന്ന് ഞാൻ നോക്കിയത്. അവരെ മനസ്സിൻ്റെ ഉള്ളിൽ കാണുന്നത് ഡീപ്പ് ഫീലിങ്സ് തന്നെയാണ്. നിങ്ങളോട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പ് അവർ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്ന കുറച്ച് ഈഗോ ഉണ്ട്. ഓക്കെ, ഒരല്പം ഈഗോ കാണിക്കുന്നുണ്ട്. ഒരു എംപറർ നിങ്ങളോട് ഇതും അങ്ങനെയാണ്. കിങ് ഓഫ് കപ്സും എന്താണെന്ന് വെച്ചാൽ ഫീലിങ്സ് തുറന്ന് പറയില്ല. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ് ആക്ച്വലി എല്ലാം പറയും, വളരെ ഫ്ലേട്ടിംഗ് ആയിട്ടും ഒക്കെ കാണിക്കും. പക്ഷേ ഉള്ളിൽ അവർക്ക് ശരിക്കും ജെനുവിൻ ആയിട്ടുള്ള സ്നേഹം അവർ തുറന്ന് കാണിക്കുന്നുമില്ല. ഓക്കെ, ഇവിടെ അഗെയിൻ ഇതും എംപററും അതേപോലെയാണ്. അവർ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുക. വളരെ എന്താ പറയുക, സ്ട്രിക്റ്റായ ഒരു നിങ്ങൾ ഒരുപാട് അടുപ്പിക്കാതെ ഒരു ഈഗോ ഒക്കെ കൊണ്ട് അവർ നിങ്ങളുടെ അടുത്ത് കുറച്ച് അകൽച്ച വെക്കുന്നുണ്ട് എപ്പോഴും. ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും പറയുന്നത് ഈ റിലേഷൻഷിപ്പ് ശരിക്കും അവർ ആഗ്രഹിക്കുന്നത് മുന്നോട്ട് വളരെ സ്റ്റഡി ആയിട്ട് സ്റ്റേബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ്. ഓക്കെ, അവർക്ക് ശരിക്കും ഇതിൽ കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസും ഉണ്ട്. സോ തീർച്ചയായിട്ടും അവർ ഇതിൽ ഒരു നമ്മൾ പറയില്ല എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം, ഒരു ഓഫർ കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിക്ക് തന്നെയാണ് എനിക്ക് കാണുന്നത്. അങ്ങനെയാണ് അവർ ഈ റിലേഷൻഷിപ്പിനെ കാണുന്നതൊക്കെ. ഓക്കെ, പക്ഷേ ഇവിടെ നിങ്ങളെ നഷ്ടപ്പെടാനും ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഓക്കെ നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അവർ മിസ് ചെയ്യുന്നുണ്ട് എന്നും കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ അകൽച്ചയുണ്ടെങ്കിൽ അവർ മിസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട്. ബട്ട് ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് എന്നൊരു കാർഡ്, അതായത് നിങ്ങളുടെ പേഴ്സൺ ശരിക്കും ഈ റിലേഷൻഷിപ്പിനെ ഞാൻ പറഞ്ഞില്ല അവർ കുറച്ചുകൂടി മെച്യൂർഡ് ആയിട്ട് എടുക്കണമെങ്കിൽ, അവർ ഈ റിലേഷൻഷിപ്പിനെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവരുടെ ഉള്ളിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. ഓക്കെ, അവരുടെ തന്നെ ചില കാര്യങ്ങൾ ഇപ്പോൾ എന്തു ആവാം, അവരുടെ പേടികളായിരിക്കാം, അവരുടെ ഇൻസെക്യൂരിറ്റി ആയിരിക്കാം, അവർ വളർന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ട് വളരുമ്പോൾ ഒക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, നമ്മുടെ ലൈഫിനെ തന്നെ ഒന്ന് മാറ്റിയെടുക്കേണ്ടി വരും. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ, നിങ്ങളെ ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർ ചില മാറ്റങ്ങൾ വരുത്തണം അവരുടെ ഉള്ളിൽ, അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ ചില സിറ്റുവേഷനിൽ സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ അവർ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, അവരുടെ ഉള്ളിലായാലും ഈവൻ അവരുടെ ഉള്ളിലെ നമ്മൾ പറയില്ലേ പേടികളൊക്കെ മാറ്റി വെക്കേണ്ടി വരും. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡ് ആയിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മളങ്ങനെ വേറെ ഫ്ലർട്ടിങ് അങ്ങനത്തെ ഒന്നും പറ്റില്ല. സോ ഒരു വ്യക്തിയോട് നമ്മൾ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുക. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ അവർ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഈവൻ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തേർഡ് പാർട്ടിയെ ഒഴിവാക്കിയിട്ട്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പോൾ സപ്പോസ് മാരീഡൊക്കെ ആണെങ്കിൽ എങ്ങനെ നിങ്ങൾ തമ്മിൽ എന്ത് പോസിബിലിറ്റി ആണ് നിങ്ങൾ ആലോചിച്ച് നോക്കാം. ബട്ട് എന്തായാലും ചില ചേഞ്ചസ് ഇവിടെ വരണം. ഓക്കെ, അവർക്ക് അവരെ പേടികൾ മാറ്റി വെച്ച് ചില കാര്യങ്ങൾ അവരെ തന്നെ മാറ്റിയെടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അവരിൽ വരണം. അത് കൊണ്ടുവരാനാണ് അവർക്ക് പേടിയാവുന്നത്. ഓക്കെ, അതിനാണ് അവർ മടിക്കുന്നത്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വരാനാണ് അവരെ മടി. സോ അതുകൊണ്ടാണ് അവർ കമ്മിറ്റ്മെൻറ്റ് ലെവലിലേക്ക് ഇപ്പോൾ മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് അറിയാം ദാറ്റ് ഞാനിങ്ങനെ ഒരു ബന്ധത്തിൽ ശരിക്കും അവർക്ക് അറിയാൻ തരും നിങ്ങൾ അർഹിക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ അർഹിക്കുന്നുണ്ട് ഒരു ജെനുവിൻ ആയിട്ടൊരു സ്നേഹം, കമ്മിറ്റഡ് ആയിട്ടൊരു സ്നേഹം നിങ്ങൾ അർഹിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു മാറ്റം അവരെ ലൈഫ് മാറുമോ എന്നുള്ള പേടിയായിരിക്കാം, അവർക്കുള്ളതൊക്കെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടികളായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ചിലപ്പോൾ അവരുടെ ഒരു സ്ഥാനം ഉണ്ടാവാം. ചിലവർ കുറച്ച് പേര് അറിയപ്പെടുന്ന വല്ല വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിൽ റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ആലോചിച്ചിട്ട് അവർക്ക് ആ ഒരു മാറ്റം കൊണ്ടുവരാനൊരു പേടിയാണ്. അതിനെ അവർ റെസിസ്റ്റ് ചെയ്യുകയാണെന്ന് പറയാം. ഓക്കെ, അതിനെ നമ്മൾ പറയില്ലേ ആ ഒരു മാറ്റം ഒരു സ്റ്റെപ്പ് എടുക്കാൻ അവരൊന്ന് മടിക്കുകയാണ്.
പക്ഷേ ആഗ്രഹമൊക്കെ യെസ് വളരെ ഡീപ്പ് ഫീലിങ്സ് തന്നെയാണ്, കമ്മിറ്റഡ് ആണ് എന്ന് തന്നെയാണ്. അവർ മനസ്സുകൊണ്ട് അവർ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ അത് ആക്ഷനിലേക്ക് വരുമ്പോൾ അവർ നിങ്ങളോട് അതങ്ങനെ തുറന്ന് കാണിക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഇൻ ആൻഡ് ഔട്ട് നടക്കുന്നത്. ഞാൻ പറഞ്ഞു വന്ന അതാണ്. എന്നിട്ട് അവർക്ക് ശരിക്കും ആഗ്രഹമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് അടുക്കുമ്പോൾ അവർ ഒരു ജെനുവൻ ആയിട്ടുള്ള സ്നേഹം ഒരു വ്യക്തിയോട് നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ, ഓക്കെ, നമ്മൾ തന്നെ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ കുറേ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ മാറ്റേണ്ടി വരും. ആ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അവർക്കൊരു ടെൻഷനാണ്. എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ, എല്ലാവർക്കും ഉള്ള കാര്യം. പിന്നെ അവർക്ക് എവിടെയോ എവിടെ നൈറ്റ് വോൺസ് ഉണ്ട്, അവർക്ക് വേണമെന്നുണ്ട്, പാഷനേറ്റായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് തോന്നുന്നത് അവർ സ്റ്റക്കാണ്. ഓക്കെ, അവർ ലൈഫിൽ അവർ സ്റ്റക്കാണ്. മേ ബി ഫാമിലി കമ്മിറ്റ്മെൻറ്റ്സ്, റെസ്പോൺസിബിലിറ്റി, മറ്റുള്ളവരെ മുമ്പിൽ എന്താവും എന്നുള്ള ചിന്ത, അങ്ങനെ പല കാര്യങ്ങളും. സോ അതൊക്കെ ആലോചിക്കുമ്പോൾ അവർക്ക് ശരിക്കും അവർക്ക് തോന്നുന്നത് എനിക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല, എനിക്ക് ഫുള്ളി കമ്മിറ്റഡ് ആവാൻ പറ്റില്ല എന്നൊരു തോന്നലാണ്. അതുകൊണ്ട് ഇവിടെ സോ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ ഇടയ്ക്ക് നിങ്ങളോടൊന്ന് അടുക്കുമ്പോൾ പക്ഷെ അവർക്ക് വീണ്ടും ആ ഒരു പേടി വന്ന് വീണ്ടും അങ്ങനെ മാറി മാറി പോകുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ശരിക്കും ആ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാതെ അവർ അതിനെ ഒരു എന്താ പറയുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇങ്ങനെ ഒരു എന്താ പറയുക സ്റ്റെബിലിറ്റി കൊണ്ടുവരാതെ അവരിങ്ങനെ കളിക്കുകയാണ്. എനിവേ ഇത് ബാക്കി നോക്കട്ടെ, നമുക്ക് കുറച്ച് അഡ്വൈസ് കാർഡ്സ് എടുക്കാം, എന്നിട്ട് ബാക്കി ഞാൻ പറഞ്ഞു. ഇത് ഓരോരുത്തരെയും സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കാം, എത്രത്തോളം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണോ അതോ നിങ്ങൾ വിട്ടുകൊടുക്കണോ, നിങ്ങൾ ഇങ്ങനത്തെ ഒരു ബന്ധം നിങ്ങൾക്ക് വേണോ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കാനുണ്ട്. ഓക്കേ, ലെറ്റ്സ് സീ. നിങ്ങൾക്കുള്ള കുറച്ച് അഡ്വൈസ് കാർഡ്സ് ആയിട്ട് നമുക്ക് നോക്കാം. റിസീവ്, ഓപ്പൺ, അപ്പോളജി, ഫൊർഗിവ്നെസ്, reflection, projections, self-worth, expectations, nurture, compassion, and one more, attraction. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ഇതാ അഗെയിൻ അവോയ്ഡൻസ്. നിങ്ങളുടെ പേഴ്സൺ അവോയ്ഡ് ചെയ്യാണ് എന്ന് വെച്ചാൽ അവർ ഹയർ സെൽഫ്, അതായത് നമ്മൾ പറയില്ലേ ഒരു മെച്യൂരിറ്റിയോടെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ മെച്യൂരിറ്റിയോടെ അത് ചെയ്യാൻ മടിച്ചിട്ട് അവർ അവോയ്ഡ് ചെയ്ത് നടക്കുകയാണ്. ഓക്കെ, അവർക്ക് അറിയാം എന്നിട്ട് അവർ ശരിക്കും ഒരാളോട് നമ്മൾ കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ കളിക്കലും ഇതാക്കലും നടക്കില്ല അല്ലേ. സോ ആ ഒരു മെച്യൂരിറ്റി ലെവലിലേക്ക് അവർക്ക് വരാനൊരു പേടി എന്ന രീതിയിലാണ്. സോ അവരത് അവോയ്ഡ് ചെയ്ത് മാറ്റി നടക്കുകയാണ്. നിങ്ങളോട് ചിലപ്പോൾ ഉത്തരങ്ങൾ തരുന്നുണ്ടാവും, നിങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നും പറയില്ല, ബിക്കോസ് അതൊക്കെ ഒരു അവോയ്ഡിങ് ആണത്. ഓക്കെ, അവരിപ്പോഴും ചില ബൗണ്ടേജ് ഞാൻ നേരത്തെ 8 of Swords നമ്മൾ കണ്ടു, ചില കാര്യങ്ങളിൽ അവർ സ്റ്റക്കാണ് എന്നുള്ളത് കാണുന്നുണ്ട്. ഡബിൾ എനർജി നേരത്തെ ഉണ്ടായിരുന്നു. അത് ഓരോരുത്തർക്കും ഓരോ കാര്യമായിരിക്കാം, തേർഡ് പാർട്ടി ആയിരിക്കാം, വേറെ എന്തെങ്കിലും ആയിരിക്കാം. ഞാൻ പറഞ്ഞു ചില സ്വഭാവങ്ങൾ, അവരുടെ ശീലങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. അങ്ങനെ ചില ടോക്സിക് ആയിട്ടുള്ള പാറ്റേൺസ് ഉണ്ട്, അതിലവരിപ്പോഴും സ്റ്റക്കാണ്. ഓക്കെ, അതുകൊണ്ട് സോ അവർ ശരിക്കും പറഞ്ഞാൽ അവരെ ഒരു സോൾ ഗ്രോത്ത് വരുന്നതിൽ നിന്ന് അവർ സ്വയം അവോയ്ഡ് ചെയ്ത് നടക്കുകയാണ്. എൻ്റെ ഇവിടെ നിങ്ങൾ തമ്മിൽ ആക്ച്വലി ഒരു ടവർ മൊമെൻറ്റ് വരും. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ എനിക്ക് പറയാനുള്ളതാണ്, ഒരു ടവർ മൊമെൻറ്റ് വരും. മേ ബി അത് നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കാം. നിങ്ങളായിട്ടൊരു തീരുമാനം എടുക്കും, എന്നിട്ട് ഇങ്ങനെ പറ്റില്ല എന്ന് ചിലപ്പോൾ നിങ്ങളെടുക്കുക, അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ, എനിക്കറിയാം. അതായിരിക്കും. സോ ഒരു ടവർ മൊമെൻറ്റ് ഇവിടെ വരാനുണ്ട് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, ആ ടവർ മൊമെൻറ്റ് വന്നു കഴിഞ്ഞാൽ മാറ്റങ്ങൾ സംഭവിക്കുള്ളൂ. ഓക്കെ, ചിലത് നമ്മൾ പറയില്ലേ നല്ലതല്ലാത്ത ഒന്ന് തട്ടി മാറ്റി നമ്മൾ കളയേണ്ടി വരും. ആ കളയുമ്പോഴേ ചിലപ്പോൾ അത് വീണ്ടും റിന്യൂ ആയിട്ട് വീണ്ടും അത് റീബിൽഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ. എനിവേ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, വളരെയധികം അട്രാക്ഷൻ ഉണ്ട്, പാഷൻ ഉണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. നേച്ചർ കെയറിങ്, നിങ്ങളോട് ഒരുപാട് ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് സ്നേഹം തന്നെയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ടും അവർക്ക് ഒരുപാട് കെയറൊക്കെ കൊടുക്കുന്നുണ്ട്, അത് അവർക്ക് അറിയാം നല്ലോണം. ഓക്കെ, പക്ഷെ ഇവിടെ നിങ്ങളോടൊരു കാര്യം പറയുന്നുണ്ട് യൂണിവേഴ്സ്, സെൽഫ് വർത്തിലേക്ക് നിങ്ങൾ സെൽഫ് വർത്ത് തിരിച്ചറിയൂ എന്നാണ് പറയുന്നത്. പേഴ്സൺ അങ്ങനെ കമ്മിറ്റ്മെൻറ്റ് തരുന്നില്ല, അല്ലെങ്കിൽ അവരിങ്ങനെ ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര കാലം അങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അവിടെ അപ്പോൾ നിങ്ങളുടെ ഒരു വർത്ത് നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചില കാര്യങ്ങൾ നിങ്ങൾ തീരുമാനം എടുക്കാനുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ കയ്യിലാണ്. ഇവിടെ പോരത്തേന് ഓക്കെ നിങ്ങളോട് പറയുന്ന ബി റെഡി ടു റിസീവ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതായത് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സ് ബ്ലെസ്സിങ് തരും, ഈ റിലേഷൻഷിപ്പിലായാലും ശരി ഒരു മാറ്റം കൊണ്ടുവരും. പക്ഷെ അതിന് നിങ്ങൾ കൂടി തയ്യാറാവണം. ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ, നിങ്ങൾ റിസീവ് ചെയ്യാൻ തയ്യാറാവണം. ഞാനതൊരു എക്സാമ്പിളായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴും മുമ്പൊക്കെ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ബ്ലെസ്സിങ് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ കൈ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കണം അല്ലേ, ഓപ്പൺ ആക്കി വെക്കണം. പക്ഷേ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോഴും ചില കാര്യങ്ങൾ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ കൈ ഇപ്പോഴും അടഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. സോ ആർ യു റെഡി ടു റിസീവ്? അല്ല. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഇപ്പോഴും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതല്ല എന്നറിയുന്നതിനെ നിങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എവിടുന്ന പുതിയത് നിങ്ങളുടെ കയ്യിലേക്ക് വെച്ച് തരാം ഭഗവാൻ അല്ലേ, യൂണിവേഴ്സ് എവിടെ നിന്നാണ് അത് തരിക. സോ നിങ്ങൾ കൈ തുറന്ന് വിടാനുണ്ട്.
ഓക്കെ, കൈ തുറന്ന് നിങ്ങളുടെ കയ്യിലുള്ളത് വിട്ട് കളഞ്ഞാൽ മാത്രമേ ഒരു വേറെ എന്തെങ്കിലും പുതിയത് എന്ന് ഞാൻ പറയുന്നില്ല, എനിക്കറിയാം അത് കേൾക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല, സോ ഞാനത് പറയുന്നില്ല. ഈ വ്യക്തി തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ലതായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പാറ്റേൺസ് നിങ്ങൾ ബ്രേക്ക് ചെയ്യണം. പേഴ്സണിന് യെസ് ടോക്സിക് പാറ്റേൺ ഉണ്ട്, ഇതുണ്ട് എല്ലാം കറക്റ്റാണ്. പക്ഷെ നിങ്ങൾക്കും ഉണ്ട് ആ പാറ്റേൺ അല്ലേ? നിങ്ങളും അവരെ കോഡിപ്പെൻഡൻസ് ആയി പോവാണ്. നിങ്ങൾക്ക് അവരില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ എന്തവർ ചെയ്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പിടിച്ച് നിങ്ങൾ നിൽക്കുന്നുണ്ട്. സോ എപ്പം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ തയ്യാറാവുന്നു, എപ്പം നിങ്ങളത് യൂണിവേഴ്സിന് മുമ്പിൽ സമർപ്പിക്കുന്നു, അപ്പം മാത്രമേ നിങ്ങൾക്ക് പുതിയ ബ്ലെസ്സിങ് നിങ്ങളുടെ കയ്യിൽ വരുള്ളൂ. ഓക്കെ, ഇവിടെ ഒരു മാപ്പ് പറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട് പേഴ്സണിൻ്റെ ഭാഗത്തുനിന്ന്. ഓക്കെ, ചേഞ്ചസ് വരും, അവർ പേഴ്സണും റിയലൈസ് ചെയ്യും, അവരുടെ മിസ്റ്റേക്സ് അവർ റിയലൈസ് ചെയ്യും. പക്ഷെ അതിനൊരു നഷ്ടപ്പെടൽ വരണം, അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ആൻഡ് ഇവിടെ റിഫ്ലക്ഷൻ കാണുന്നുണ്ട്, പ്രൊജക്ഷൻസ്. ഓക്കെ, ഇവിടെ നമ്മുടെ ഇന്നർ ചൈൽഡിൻ്റെ വൂൺസ് എന്നൊക്കെ പറയും, അതൊക്കെയാണ്. അവരുടെ ഉള്ളിലും ചില ഇന്നർ ചൈൽഡ് വൂൺസ് ഉണ്ടാവാം, നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാവാം. ചില കാര്യങ്ങൾ ഇവിടെ മാറ്റം വരണം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. സിമ്പിളായിട്ട് ഒരുപാട് ഫിലോസഫിയിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ചില മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കാൻ ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാലേ ഇവിടെ ഈ ഒരു ശരിക്കും നിങ്ങളുടെ ഈ സൈക്കിൾ ബ്രേക്ക് ആവുള്ളൂ, നിങ്ങളുടെ തമ്മിലുള്ള കർമ്മ അപ്പോഴേ തീരുള്ളൂ. ഓക്കെ, അത് മനസ്സിലാക്കുക. ഒരു എൻഡിങ് വരണം ഇവിടെ. ആ എൻഡിങ് വന്ന ശേഷമേ ഒരു ന്യൂ ബിഗിനിങ് വരുള്ളൂ. സോ ഒരു ടവർ മൊമെന്റ് ഇവിടെ വരാനുണ്ട്. അത് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് എടുക്കേണ്ടത്, പക്ഷെ അത് നിങ്ങളെപ്പോൾ തയ്യാറാവും എന്നുള്ളതാണ്. എനിവേ, പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. ഓക്കെ, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇവിടെ പേഴ്സൺ എന്നെ ഡൗട്ട് ചെയ്യുന്നുണ്ട്, അവരങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടോ, നിങ്ങളത് സ്വീകരിക്കാൻ ഇപ്പോഴും അത് സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടോ, അത് പാറ്റേൺ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ ആക്ഷൻ എടുക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ അത് മാറുള്ളൂ. ഓക്കെ, സോ ഐ തിങ്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടി ഗൈഡൻസ് ആയിട്ട് വരാം നമുക്ക് പിന്നീട്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.